ബിസ്മില്ല സഫർ റൂട്ട് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞത് ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പയുടെ അടുത്ത് ഒരു വെള്ള വസ്ത്രധാരിയായ ഒരാൾ വരികയും ഉമിനീര് പകർന്നു നൽകുകയും അത് മുഖാന്തരം ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പയുടെ എല്ലാ രൂപങ്ങളും ഭാവങ്ങളും എല്ലാം മാറി ഒരു പ്രത്യേക ദിശയിലേക്ക് മാറുകയും ഉണ്ടായി എന്നാണ്. ഈ വന്നത് യഥാർത്ഥത്തിൽ ഹിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമു ആയിരുന്നു എന്ന് പിന്നീട് ചരിത്രഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 18 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും തഫ്സീർ, ഹദീസ്, ഫിഖ്, അഖീദ, പല ചരിത്രങ്ങളും ഗണിതങ്ങളും അതുപോലെ തന്നെ ഗോളശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളും തർക്കശാസ്ത്രവും തത്വജ്ഞാനം തുടങ്ങിയവയിലെല്ലാം അതീവ ഉയർച്ച തങ്ങളിൽ ഉണ്ടാവുകയാണ്. ബാല്യകാലം മുതൽ കുറച്ച് മാത്രം സംസാരിക്കുകയും എല്ലാ സമയങ്ങളിലും ഇബാദത്തുകളിലും ദിക്റുകളിലുമായി ജ്ഞാനം നേടുകയും അദ്ദേഹം ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടുന്ന് ഒരാഗ്രഹം വരികയാണ്. നല്ലൊരു ഷെയ്ഖിനെ കണ്ടുപിടിക്കണം. അതിനുള്ള ആഗ്രഹം പിതാവിനെ അറിയിച്ചപ്പോൾ പിതാവ് ഇങ്ങനെ പറഞ്ഞു: മകനെ, ഇവിടെ നിന്നും 220 മൈല് അകലെ കൂവാലിയാർ എന്ന ഒരു സ്ഥലമുണ്ട്. ഈ നഗരത്തിൽ ഒരു മഹാഗുരുവുണ്ട്. മഹാനവറുകളുമായി അവിടുന്ന് സഹവസിക്കുക. അതുവഴി നിൻ്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. പിതാവിൻ്റെ അഭിപ്രായം ഒട്ടും മോശമായി തങ്ങൾക്ക് തോന്നിയില്ല. ഹിജ്റ 928 ജമാദുൽ ആഹിർ മാസം ഒരു തിങ്കളാഴ്ച മഹാനവറുകൾ മാതാപിതാക്കളുടെ അനുമതിയോടെ യാത്ര തുടങ്ങുകയാണ്. കൂവാലിയാർ ലക്ഷ്യമാക്കിയാണ് യാത്ര. വഴിമധ്യേ മഹാനായ ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി സംഭാഷണത്തിലേർപ്പെടുകയും നിരവധി സതുപദേശങ്ങൾ അവിടുന്ന് നൽകുകയും ഇതെല്ലാം പിന്നീട് ഗുണം ചെയ്യുകയും ചെയ്തു. അവിടെ നിന്നും യാത്ര തുടർന്ന് അല്പം കഴിഞ്ഞപ്പോൾ വഴിയിൽ മുഹൈനുദ്ദീൻ എന്ന സത്യ അന്വേഷിയും മഹാനവറുകളുടെ സഹചാരിയായി കൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങി. ഓരോ യാത്രയിലും ഉപ്പാപ്പയുടെ ഉയർച്ച പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അവനെ പ്രപഞ്ചത്തിലെ എല്ലാം അവരെ ഭയപ്പെടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൊഴി. വനത്തിലൂടെയുള്ള യാത്ര. കൂരോ കുരി ഇരുട്, ഘോരമായ അതികഠിനമായ വനത്തിലൂടെയുള്ള യാത്രയാണ്. ഒരുപാട് പുലികളും വന്യമൃഗങ്ങളും താമസിക്കുന്ന ഏരിയ. ശൈഖവറുകളും അവിടുത്തെ ശിഷ്യന്മാരും ഒരു പുലിക്കൂട്ടത്തിൻ്റെ മുന്നിൽ ചെന്നുപെട്ടു. കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ പുലി, അതായത് പുലിയുടെ നേതാവ് തന്നെ മഹാനായ തങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തു. ഈ അവസരം പുലി മഹാന്മാരോട് പുറത്തു കയറി യാത്ര ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. മഹാനവറുകൾ പ്രസ്തുത അപേക്ഷ നന്ദിപൂർവം നിരസിച്ച് അവരോട് പറഞ്ഞു: ഞങ്ങൾ യാത്ര നടന്നു പോയിക്കൊള്ളാം, നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടരട്ടെ. അങ്ങനെ അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഇങ്ങനെ പല കറാമത്തുകളും ഉണ്ടാകും. അത് പുലി സംസാരിച്ചെന്നോ പുലി കയറാൻ പറഞ്ഞെന്നോ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് നമ്മൾ മുൻ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുള്ളതാണ് കറാമത്ത്. അത് അവർ കാണിക്കുക തന്നെ ചെയ്യും. അത് ഓരോ അവസരത്തിലും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കും. അതിലൊന്നും നമ്മൾ സംശയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ അവർ രാജസ്ഥാനിലെ കൂവാലി എന്ന നഗരത്തിൽ വൈജ്ഞാനികമായ രംഗത്ത് ആത്മീയതയുടെ മുന്നിൽ നിൽക്കുന്ന പ്രസിദ്ധമായ നഗരം, ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ അന്നത്തെ മനുഷ്യ ജിന്നുകളുടെ ആത്മീയ ഗുരുവായിരുന്ന സയ്യിദ് മുഹമ്മദ് ഹൗസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് എത്തുകയാണ്. ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹുവിന് ആത്മീയ ഗുരുവായി ലഭിക്കുവാൻ പോകുന്നത് ഹൗസ് റളിയല്ലാഹു അൻഹുവയാണ്. കൂവാലി നഗരത്തിലെത്തിയ ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു തങ്ങളുപ്പാപ്പ ആത്മീയ ഗുരുവായി മുറബ്ബിയായ ഷെയ്ഖിനെ ലഭ്യമാകുവാൻ നോമ്പിലും ഇബാദത്തിലുമായി അള്ളാഹുവിനോട് നിഷ്കളങ്കമായി നിരന്തരം പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു. വല്ലാത്ത വിഷമത്തിലാണ് അദ്ദേഹമുള്ളത്. നല്ലൊരു ഷെയ്ഖിനെ കിട്ടണം. ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഒരു അശരീരി മഹാനവറുകൾ കേൾക്കുകയാണ്: അബ്ദുൽ ഖാദർ, താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇനി മുതൽ താങ്കൾ ഷാഹ് അൽ ഹമീദ് എന്ന ഉത്തമ നാമത്തിൽ അറിയപ്പെടും. നിങ്ങളുടെ ആത്മീയ ഗുരു സയ്യിദ് മുഹമ്മദ് ഹൗസ് റളിയല്ലാഹു അൻഹു എന്നവരാണ് മഹാനവറുകളുടെ സാന്നിധ്യത്തിലെത്തുക. ഇത് കേട്ട ഉടൻ ഷെയ്ഖ് ആകെ സന്തോഷത്തിലായി. ഷെയ്ഖ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു തങ്ങളുപ്പാപ്പ ഷെയ്ഖിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അങ്ങനെ ഗുരുവര്യരുടെ സമീപം ബഹുമാനപൂർവ്വം നിന്നുകൊണ്ട് സലാം ചൊല്ലി
ആലിംഗനം ചെയ്തു. ദിവസങ്ങൾക്കകം മഹാനവർകളെ ബൈഅത്ത് ചെയ്ത ശേഷം മഹാനവർകളുടെ മുരീദായി കഴിഞ്ഞുകൂടി. ദിനം പ്രതി ഷെയ്ഖ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പയുടെ ആത്മീയ പദവി അത്യുന്നതിയിലേക്ക് കുതിച്ചു. ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പയുടെ പേരും പദവിയും അടുത്തറിഞ്ഞ ഷെയ്ഖ് അവറുകളുടെ പത്നിക്ക് ഒരാഗ്രഹമുണ്ടായി. ഇവർക്ക് ഒരു മകളുണ്ടായിരുന്നു. ഇവരെ ഷാഹുൽ ഹമീദിന് വിവാഹം ചെയ്തു നൽകണം എന്നുള്ള ഒരു അഭിലാഷം അവിടുത്തെ ഷെയ്ഖ് അവറുകളുടെ ബീവിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. അവിടുത്തെ പുത്രി ഷാഹുൽ ഹമീദിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണം. വല്ലാത്തൊരു അഭിലാഷം. മഹദി 2 സ്ത്രീകളെ ദൂതരായിട്ട് ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പയുടെ അടുത്തേക്ക് അയക്കാൻ ഏർപ്പാടാക്കി. ഈ ഏർപ്പാടാക്കിയ സ്ത്രീകൾ ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പയുടെ മുന്നിൽ വന്ന് കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ മുഖം ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പ വായിച്ചെടുക്കുകയാണ്. അവരോട് പറഞ്ഞു, ഉമ്മമാരെ, നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നാണ്. നിങ്ങൾ തിരിച്ചു പോകുക. നിരാശയോടെ അവർ ഷെയ്ഖ് ഹൗസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നിയുടെ സമീപത്തെത്തി. വിവരം ധരിപ്പിച്ചതോടെ പ്രസ്തുത ഉദ്ദേശത്തിൽ നിന്നും അവർ പിന്തിരിയുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചരിത്രം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേതായാലും അവിടെ നിൽക്കട്ടെ. രാജസ്ഥാനിലെ കവാലിയാറിൽ നിന്നും ഷെയ്ഖ് അവർകൾ പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഗുരുവര്യരുടെ കുരുത്തപ്പൊരുത്തവും അവരിൽ നിന്നും വേണ്ടുവോളം ആത്മജ്ഞാനവും ശിക്ഷണവും സമ്പാദിച്ച ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പ യാത്ര പുറപ്പെടുമ്പോൾ മഹാനവറുകളുടെ കൂടെ 440 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. വടക്ക് മലനിരകളിലൂടെ യാത്ര തുടർന്ന് ഷാഹുൽ ഹമീദ് തങ്ങളുപ്പാപ്പയും ശിഷ്യരും വഴിയിൽ നിരവധി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള യാത്രയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. യാത്രയിൽ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു തങ്ങളുപ്പാപ്പയും അനുയായികളും ഒരു കാട്ടുമനുഷ്യനെ കാണാനിടയായി. രോമങ്ങൾ നിറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി സാധാരണ മനുഷ്യരിൽ നിന്നും വിഭിന്നമായിരുന്നു. അദ്ദേഹം ഷാഹുൽ ഹമീദ് റളിയല്ലാഹുവിനോട് ഇപ്രകാരം പരാതി ബോധിപ്പിച്ചു: ഷെയ്ഖ് അവർകളെ, ഈ പർവ്വത ശിഖരത്തിൽ മുടികൾ നീട്ടി വലുതായ ഒരു മനുഷ്യനുണ്ട്. അപരിചിതനായ അദ്ദേഹം ഇന്ന് വരെ ഉറങ്ങിയതായി എനിക്കറിയില്ല. എപ്പോഴും ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ശിഷ്യരോട് പ്രസ്തുത സ്ഥലത്ത് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഷെയ്ഖ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പ അയാളുടെ സവിധത്തിലെത്തി. നീണ്ടു വളർന്ന രോമങ്ങളുള്ളതും അതുപോലെ തന്നെ വലിയ നഖമുള്ളതുമായ ഒരു മനുഷ്യരൂപമായിരുന്നു അദ്ദേഹം അവിടെ കണ്ടത്. അദ്ദേഹത്തെ കണ്ടയുടനെ മഹാനവർകൾ ചെവിയിലെന്തോ മന്ത്രിച്ചു. ഇത് കേട്ട ഉടനെ അവിടുന്ന് വല്ലാതെ സന്തോഷിച്ചു. അവരെ ഷെയ്ഖ് അവർകളെ അവർ പിടിച്ച് ആലിംഗനം ചെയ്തു. ശേഷം അദ്ദേഹം പറഞ്ഞു: ഷെയ്ഖ് അവർകളെ, ഞാൻ 400 വർഷമായി ഈ മലമുകളിൽ ജീവിക്കുന്നു. മഹാപുരുഷനായ അവിടുന്ന് ഈ വഴി വരുമെന്ന് അറിവ് എനിക്ക് ലഭിച്ചിരുന്നതിനാൽ ഇത്രയും കാലം എൻ്റെ ആയുസ് നീട്ടിത്തരാൻ ഞാൻ ഏകനായ റബ്ബിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ഇന്ന് അള്ളാഹു സഫലമാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പയും സംഘവും അവിടെ നിന്നും യാത്ര തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ചരിത്രം അടുത്ത ഭാഗത്തിൽ നമുക്ക് പറയാമെന്നുള്ള ഉദ്ദേശത്തിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും വരാനുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലൈക്കും ഷെയറൊക്കെ നെക്കാത്തവരൊക്കെ നെക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് അതുകൊണ്ടൊക്കെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തും. ഒറ്റൊരു ഉപകാരമൊന്നും ഉണ്ടായിട്ടല്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.